എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്നേഹസ്വാഗതം. നമുക്കിന്ന് ചാഹ് എന്ന സഹായക ക്രിയയെ പറ്റി പഠിക്കാം. ചാഹ്ന എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. എന്താണ് ചാഹിൻ്റെ അർത്ഥമെന്ന് നോക്കാം. ചാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്രഹിക്കുക എന്നാണ് അർത്ഥം വരുന്നത്. ചാഹ് ഒരു സഹായക ക്രിയ കൂടിയാണ്. അപ്പം മുഖ്യക്രിയയുടെ കൂടെ തന്നെയാണ് ചാഹും ഉപയോഗിക്കുന്നത്. അത് എങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ കുറച്ച് വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഞാൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നു. എങ്ങനെ എഴുതുന്നു? മേ പഠന ചാഹത്താ ഹൂം. അപ്പം നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, കർത്താവ് മേ എന്നാണെന്ന് മനസ്സിലായി. അപ്പം അതുകൊണ്ടാണ് സഹായക ക്രിയയായ ചാഹ് എന്തായി മാറിയത്? ചാഹത്താ ഹൂം എന്നായി മാറിയത് അല്ലേ? മേ വരുമ്പോൾ ഹും എന്നാണ് ചേർക്കുക, നിങ്ങൾക്കറിയാം അല്ലേ? അപ്പം ഇവിടെ സ്ത്രീലിംഗമാണ് മേ എങ്കിലോ മേ പഠന ചാഹത്തി ഹൂം എന്ന് വരും അല്ലേ? മനസ്സിലായല്ലോ? ഇനി നമുക്ക് ഒന്നുകൂടി എന്താ പറയാനുള്ളത്? മുഖ്യക്രിയ പഠന ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ? ക്രിയാധാതുവല്ല, പഠന എന്നാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ ക്രിയ നായിൽ അവസാനിക്കുന്നു. മനസ്സിലായല്ലോ? പഠന. അപ്പം മേ പഠന ചാഹത്താ ഹൂം എന്ന് പറഞ്ഞു, മേ പഠന ചാഹത്തി ഹൂം എന്ന് വന്നു. അപ്പോൾ പഠന എന്ന് തന്നെയാണ് രണ്ടിനും ഉപയോഗിച്ചത് അല്ലേ? നായിൽ മുഖ്യക്രിയ നായിൽ അവസാനിക്കുന്നു. നാ എന്ന് പറയുമ്പോൾ എന്താ? ഈ പഠന എന്നുള്ള നാ കേട്ടോ. മനസ്സിലാകുന്നുണ്ടല്ലോ നിങ്ങൾക്ക്? ഇനി നമുക്ക് അടുത്തത് എന്താണെന്ന് നോക്കാം. നീ പോകാൻ ആഗ്രഹിക്കുന്നു. എങ്ങനെ എഴുതുക കുട്ടികളെ? തൂ ജാനാ ചാഹത്താ ഹെ. അപ്പം നീ എന്നുള്ളത് ഇവിടെ താഹെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി, പുല്ലിംഗമാണെന്ന് അല്ലേ? നീ എന്നുള്ളത് പെൺകുട്ടിയോടാണ് പറയുന്നതെങ്കിലോ പെൺകുട്ടിയാണ് പറയുന്നതെങ്കിലോ തൂ ജാനാ ചാഹത്തി ഹെ. അപ്പോൾ ഇവിടെ കണ്ടോ കുട്ടികളെ, ജാന എന്നാണ് വന്നത് കണ്ടോ? മുഖ്യക്രിയ ജാന. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം പഠന ജാന അല്ലേ? ജാന എന്നായി. അപ്പോൾ മുഖ്യക്രിയ എപ്പോഴും നായിൽ അവസാനിക്കുന്നു ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ? ഇനി അടുത്തത് നമുക്ക് നോക്കാം. ഞങ്ങൾ കളിക്കാൻ ആഗ്രഹിക്കുന്നു. എങ്ങനെ പറയും? ഹം ഖേൽന. എന്താ വരിക? ഹം എന്നാണ് അല്പം ചാഹത്തെ ഹായ് അല്ലേ? ഹം എന്ന് വരുമ്പോൾ ബഹുവചന രൂപമായി മാറി അല്ലേ കുട്ടികളെ? അതുകൊണ്ട് എന്തായി? തേ ഹായും എന്ന് ചേർത്തു അല്ലേ? അപ്പം അപ്പോഴും മുഖ്യക്രിയ എന്താണ്? ഖേൽന എന്നാണ് അല്ലേ? ഹം ഖേൽന ചാഹത്തെ ഹായ്. ഇപ്പോൾ പെൺകുട്ടികളാണെങ്കിൽ എന്തായിരിക്കും വരിക കുട്ടികളെ? ഹം ഖേൽന ചാഹത്തി ഹായ് അല്ലേ? പെൺകുട്ടികളായതുകൊണ്ട് ചാഹത്തി ഹായ് എന്ന് വരും അല്ലേ? അപ്പോൾ ഇവിടെ ഹായ്ക്ക് കുത്ത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്താ? തീ ഹായ് എന്നൊരു പെൺകുട്ടികളാണ് എന്ന് മനസ്സിലാക്കാം. പിന്നെ അടുത്തത് എന്താണ്? ആര് പഠിക്കാൻ ആഗ്രഹിക്കുന്നു? ആര് എന്നുള്ളതിൻ്റെ ഹിന്ദി വേർഡ് എന്താ കുട്ടികളെ? കോൻ അല്ലേ? കോൻ എന്ന് മുന്നേ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവിടെ പഠിക്കാനുള്ളതിനാ പഠന. എന്താ പറയുക? കോൻ പഠന. എന്താ പറയുക കുട്ടികളെ? ചാഹത്താ ഹെ അല്ലേ? അപ്പോൾ കോൻ പഠന ചാഹത്താ ഹെ എന്ന് വരുന്നു. അപ്പോൾ ഇപ്പോഴും ഇവിടെ പഠന തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ? മനസ്സിലായല്ലോ? മുഖ്യക്രിയ നായിൽ അവസാനിക്കുന്നു ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ? ഇനി അടുത്തത് എന്താണ്? ഇവിടെ കോൻ എന്നുള്ളത് പുല്ലിംഗ രൂപമാണെന്ന് മനസ്സിലായിട്ടുണ്ട് അല്ലേ? ഇനി നമുക്ക് അടുത്ത് നോക്കാം. ആരെല്ലാം എൻ്റെ കൂടെ വരാൻ ആഗ്രഹിക്കുന്നു. ആരെല്ലാം എന്നും നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ടല്ലേ? കോൻ പഠിച്ചിട്ടുണ്ടല്ലോ. കോൻ മേരെ സാത്ത്, എൻ്റെ കൂടെ അല്ലേ? എന്താ എങ്ങനെ പറയാ? എൻ്റെ കൂടെ. അത് മുന്നേ ഏതോ ക്ലാസ്സിൽ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ? മേരെ സാത്ത്
എൻ്റെ കൂടെ വരാൻ ആഗ്രഹിക്കുന്നു. വരിക എന്നുള്ളത് എന്താ മക്കളെ? ആന അല്ലേ? मेरे साथ आना चाहते हैं അല്ലേ? ജാന, ഇവിടെയും ജാന തന്നെ വന്നത് കണ്ടാ. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് മുഖ്യക്രിയ എപ്പോഴും ഞായിൽ അവസാനിക്കുന്നു അല്ലേ? കോൻ കോൻ മേരെ സാത്ത് ജാന ചാഹത്തെ ഹൈ. കണ്ടില്ലേ? തേ ഹൈ വന്നു അല്ലേ? ആ ബഹുവചന രൂപമായതുകൊണ്ടാണ് കേട്ടോ. ഇനി അത് കോൻ കോൻ എന്നുള്ള സ്ത്രീകളാ മറ്റോ ആണെങ്കിൽ ചാഹത്തി ഹായ് എന്ന് വരും അല്ലേ? ഇനി നിങ്ങൾക്ക് എന്ത് വേണം? ഇങ്ങനെ ചോദിക്കും കുട്ടികളെ. തും ക്യാ എന്ത് വരും? ചാത്തേ ഹോ അല്ലേ? തുമ്മാണ് വന്നത്, അപ്പോൾ ഹോ ആ വരിക അല്ലേ? മേ വരുമ്പോൾ ഹും വരും, തും വരുമ്പോൾ ഹോ വരും അല്ലേ? അതെല്ലാം നമ്മൾ മുന്നേ പഠിക്കുന്നതാണ്. അപ്പോൾ തും ക്യാ ചാത്തേ ഹോ അല്ലേ? ഇനി അടുത്ത എന്താണ്? എനിക്ക് ഒന്നും വേണ്ട. എന്താ വരിക? എനിക്ക് എന്നുള്ളത് എന്താ? മേ കുച്ച് ന ജാന എന്താ വരിക? मैं कुछ ന ചാത്ത. ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല, എനിക്കൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ പറയുകയാണ്. മേ കുച്ച് ന ചാത്ത. ഇനി ആര് സിനിമ കാണാൻ ആഗ്രഹിക്കുന്നു? അതെങ്ങനെ പറയാം? കോൻ സിനിമ ദേഖ്ന ചാത്ത ഹൈ. ആരാണ് സിനിമ കാണാൻ ആഗ്രഹിക്കുന്നത്? ഇവിടെയും ദേഖ്ന എന്നാണ് വന്നത് അല്ലേ? കോൻ സിനിമ ദേഖ്ന ചാഹത്ത ഹൈ. ഇനി അടുത്തെന്താ വരോട്ടല്ലേ? ഞാൻ ഡൽഹിയിൽ പോകാൻ ആഗ്രഹിക്കുന്നു. എന്താ വരിക? ഞാൻ ഡൽഹിയിൽ പോകാൻ ആഗ്രഹിക്കുന്നു. ആഗ്രഹിച്ചു അല്ലേ? ഞാൻ ഡൽഹിയിൽ പോകാൻ ആഗ്രഹിച്ചു എന്നാണ് വരുന്നത്. അപ്പോൾ എന്ത് വരും? മേനെ ദില്ലി, സോറി കേട്ടോ കുട്ടികളെ, അത് തെറ്റിപ്പോയി എഴുതുമ്പോൾ, സോറി. മേനെ ദില്ലി ജാന ചാഹ. മേനെ ദില്ലി ജാന ചാഹ. ആഗ്രഹിച്ചു. അപ്പോൾ ഞാൻ ദില്ലിയിൽ പോവാൻ ആഗ്രഹിച്ചിരുന്നു എന്നാണെങ്കിൽ എന്താ എഴുതുക കുട്ടികളെ? എന്താ എഴുതുക? മേനെ ദില്ലി ജാന ചാഹത്താ ഥാ അല്ലേ? മേനെ ദില്ലി ജാന ചാഹത്താ ഥാ എന്ന് വരും. ചാഹത്ത എന്നല്ല, ചാഹാത്ത കേട്ടോ കുട്ടികളെ. മേനെ ദില്ലി ജാന ചാഹാത്ത, ആഗ്രഹിച്ചിരുന്നു എന്ന് വരുമ്പോൾ അവിടെ ഭൂതകാല ക്രിയയായ ഥ എന്നുകൂടി വരുന്നു. മനസ്സിലായല്ലോ? മേനെ ദില്ലി ജാന ചാഹാത്ത കേട്ടോ. ചാഹത്ത ഇല്ല, എന്നോട് അറിയാതെ പറഞ്ഞു പോയതാണ്. ഇനി അടുത്തത്, നീ ഹിന്ദി പഠിക്കാൻ ആഗ്രഹിച്ചു. എങ്ങനെയാണ് കുട്ടികളെ പറയാം? തൂനെ ഹിന്ദി സീഖിനി ചാഹി. തൂനെ ഹിന്ദി സീഖിന പറഞ്ഞു കേട്ടില്ല? സീഖിനാന്ന് അവിടെ സീഖിനി ചാഹി എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നുന്നുണ്ടോ ഇതെന്താപ്പാ അങ്ങനെ സീഖിനി എന്നൊക്കെ പറയുന്നതെന്നല്ലേ? കാരണമുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കർത്താവിനോട് കൂടി നേ പ്രത്യയമല്ല, ഇത് നേക്ക് ബാധകമാണ്. നേ എന്ന
പ്രക്രിയക്ക് ബാധകമാണ് എന്ത് ഈ വാക്യം അല്ലേ. ഇത് തൂനെ എന്ന് ചേർത്തപ്പോൾ തൂനനുസരിച്ചിട്ടല്ല ക്രിയ മാറിയത്, ഹിന്ദി എന്ന കർമ്മത്തിനനുസരിച്ചിട്ടാണ് മാറിയത്. അപ്പോൾ ഹിന്ദി സീക്കിനി ചാഹി, ഹിന്ദി സ്ത്രീലിംഗ പദമാണ് കുട്ടികളെ, അതുകൊണ്ട് സീക്കിനി ചാഹി എന്നായി മാറി. മനസ്സിലായല്ലോ. നേക്ക് ബാധകമായതുകൊണ്ട് എന്താ, തൂന് അവിടെ പ്രാധാന്യമില്ല, പ്രാധാന്യം കർമ്മത്തിനാണ്, ഹിന്ദി സീക്കിനി ചാഹി എന്നായി മാറി. ഇത് കുറച്ച് ശ്രദ്ധിക്കണം കേട്ടോ കുട്ടികളെ. ഇനി അടുത്തത് എന്താണ്, നിങ്ങൾക്ക് ടെൻസ് പഠിക്കുമ്പോൾ ഇതൊക്കെ മനസ്സിലാവും കേട്ടോ. നേക്കാ പ്രത്യേകത, നേയുടെ പ്രത്യേകതകളൊക്കെ മനസ്സിലാക്കിയെടുക്കാം. അപ്പോൾ ഇനി എന്താ, ഞാൻ കത്തെഴുതാൻ ആഗ്രഹിച്ചിരുന്നു. തൂനെ ഹിന്ദി സീക്കിനി ചാഹി അല്ലേ. ഞാൻ കത്തെഴുതാൻ ആഗ്രഹിച്ചിരുന്നു എങ്ങനെ എഴുതൂട്ടുള്ളേ. നമുക്ക് മറ്റൊന്ന് നോക്കാം. ഇതും ഭൂതകാല ക്രിയ തന്നെയാണ്, ഞാൻ കത്തെഴുതാൻ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളത്. അപ്പോൾ നമുക്ക് എഴുതാം, മേനെ, കത്തിന് നമുക്ക് പത്ര എന്ന് എഴുതാം കേട്ടോ. പത്ര, മേനെ പത്ര. എഴുതുക എന്ന് പറഞ്ഞാൽ എന്താ, ലിഖിന അല്ലേ. മേനെ പത്ര ലിഖിന चाहा था, मैंने पत्र लिखना चाहा था. കണ്ടോ, അപ്പോൾ ഇവിടെയും നേ അല്ലേ, നേ ബാധകമാണ് ഇവിടെ. കണ്ടോ കുട്ടികളെ. അപ്പോൾ എന്തായി, പത്ര എന്നുള്ളത് എന്താണ്, പുല്ലിംഗമാണ്. അതുകൊണ്ടാണ് ലിഖിന ചാഹാത്ത എന്ന് എഴുതിയത് കേട്ടോ. മനസ്സിലായല്ലോ. ഇനി മേനെ പത്ര ലിഖിന ചാഹാത്ത. ഇനി അടുത്തത്, ഞാൻ അവൻ്റെ പാട്ട് കേൾക്കാൻ ആഗ്രഹിച്ചിരുന്നു. എന്താ എഴുതുക, मैं उसका പാട്ടിനെന്താ പറയുക, ഗാന അല്ലേ. ഞാൻ അവൻ്റെ, ഉസ്ക ഗാന കേൾക്കുക എന്നുള്ളതിൻ്റെ ഹിന്ദി വേർഡ് എന്താ, സുനിന അല്ലേ. അപ്പം ഗാന സുന്ന ആഗ്രഹിച്ചിരുന്നു, സുന്ന ചാഹാത്ത. मैं उसका गाना सुनना चाहा ആഗ്രഹിച്ചിരുന്നു. ഉണ്ടാ, ഭൂതകാല ക്രിയയിൽ വരുമ്പോൾ താ തേ തി ഇതൊക്കെ ഉണ്ട്, അത് പിന്നെ പഠിപ്പിച്ചുതരാം. मैंने उसका गाना सुनना चाहा था. കണ്ടോ, ഞാൻ അവൻ്റെ പാട്ട് കേൾക്കാൻ ആഗ്രഹിച്ചിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി കുട്ടികളെ? നമുക്കൊന്നുകൂടി നോക്കാം. ചാഹ് എന്ന ക്രിയ, സഹായക്രിയ വരുമ്പോൾ എന്താ, മുഖ്യക്രിയ ഖാന, ഝാന, ലാന, സോന, ലിഖ്ന, പഠന എന്നുള്ള രീതിയിൽ ഉപയോഗിക്കുന്നു. കൂടാതെ പിന്നെ എന്താ സംഭവിക്കുന്നത്, സഹായക ക്രിയയിലാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നത്. പോരാത്തത് നേക്ക് ബാധകവുമാണ് അല്ലേ. നേ എന്ന നേ പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ. നേ ഒരു വിഭക്തി പ്രത്യയമാണ് അല്ലേ, അത് ഭൂതകാല ക്രിയയിൽ മാത്രം ഉപയോഗിക്കുക. അപ്പം ഈ ചാഹ് എന്നത് എന്താണ്, നേക്ക് ബാധകമാണ്. നേരത്തെ നമ്മൾ മറ്റുള്ള എന്തെല്ലാം പഠിച്ചിട്ടുണ്ട്, സക്ക്, ചുക്ക്, ലഗ് ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. അതൊന്നും നേക്ക് ബാധകമല്ല എന്ന് മുന്നേ പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിന്. പക്ഷേ ഈ ചാഹ് എന്ന സഹായക്രിയക്ക് നേ ബാധകമാണ്. അതുപോലെ കർത്താവിൻ്റെ ലിംഗവചനം എഴുതുന്നതനുസരിച്ച് മാറ്റം വരുന്നു. ഇന്നത്തെ ക്ലാസ് ഞാൻ മതിയാക്കുന്നു. താങ്ക് യു.